ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്. ദിസ് ഈസ് അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറല്ലേ? എല്ലാവരും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് സെറ്റായിട്ടല്ലേ പോകുന്നത്? നമ്മളിന്ന് നമ്മുടെ SSLC മാത്സ് റിവിഷൻ സീരീസിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഏതാണ്? ഇന്ന് ട്രിഗണോമെട്രിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ്, ത്രികോണമിതി. നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് മനസ്സിലാവാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ പലരും ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ് ത്രികോണമിതി. പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇതത്ര വലിയ സംഭവമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ചില ആശയങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷേ നമ്മളെ പേടിപ്പിക്കുന്നത് നമ്മൾ ഇതുവരെ 1 മുതൽ 9 വരെ കേൾക്കാത്ത പുതിയ ചില പദങ്ങൾ ഇവിടെ വരുന്നു എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, എല്ലാം സെറ്റാക്കി നമ്മളിന്ന് പോകും. നമ്മളിന്ന് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിനു മുമ്പ് ചെറിയ 1-2 കണ്ടന്റ്സുമാണ് പറയുന്നത്. ട്രിഗണോമെട്രി ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് 2ഉം 3ഉം ഒക്കെ നമുക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടന്റിലേക്ക് പോവാണ്. ആദ്യം കുറച്ച് കൺസെപ്റ്റാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. എടാ, എൻ്റെ കയ്യിൽ 2 ത്രികോണങ്ങളുണ്ട്. 2 ത്രികോണങ്ങൾ. എന്താണ് ഈ 2 ത്രികോണത്തിൻ്റെയും പ്രത്യേകത? ഈ 2 ത്രികോണത്തിൻ്റെയും പ്രത്യേകത, 2 ത്രികോണങ്ങളുടെയും ഓരോ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഈ 2 ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണങ്ങളാണ്. ശ്രദ്ധിച്ചല്ലോ? സെറ്റല്ലേ? അപ്പൊ ഈ 2 സൈഡും മട്ട ത്രികോണങ്ങളുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, ലംബവശങ്ങളാണ് അല്ലെ? ഇത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, ലംബവശങ്ങളാണ്. ഈ സൈഡിനെ നമ്മൾ എന്താ പറയാ? ഹൈപ്പോടെന്യൂസ്, കർണം എന്നാണ് പറയുക അല്ലെ? 90 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ സൈഡിന് നമ്മൾ എന്താ പറയുക? ഹൈപ്പോടെന്യൂസ്, കർണമാണ്. അപ്പൊ ഇതിലെ ഹൈപ്പോടെന്യൂസ് ഏതാണ്? ഈ ചെരിഞ്ഞ് കിടക്കുന്ന മട്ട ത്രികോണത്തിലെ റൈറ്റ് ട്രയാങ്കിളിലെ ഏറ്റവും വലിയ വശമാണ് കർണം. അപ്പൊ ഇത് കർണമാണ്, ഇതും എന്താണ്? കർണമാണ്. ഇതൊരു പെർപെൻഡിക്കുലർ സൈഡാണ്, ഇതും ഒരു പെർപെൻഡിക്കുലർ സൈഡാണ്. ഇത് ലംബവശമാണ്, ഇതെന്താണ്? ലംബവശമാണ്. ഇത് നോക്കിക്കേ, ഈ ത്രികോണത്തിലെ ഈ കോണ് 30 ഡിഗ്രിയും ഈ കോണ് 60 ഡിഗ്രിയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ കോണ് 30 ഡിഗ്രിയും അടുത്ത കോൺ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയുമാണ്. ഇനി രണ്ടാമത്തെ ത്രികോണത്തിൽ ഈ കോണ് 45 ഡിഗ്രി, ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കുന്നത് 2 തരം ത്രികോണങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തെ ത്രികോണം 90, 30, 60. 3 കോണുകൾ 90, 30, 60. രണ്ടാമത്തെ ത്രികോണം 90, 45, 45. ഈ 2 ത്രികോണങ്ങളുടെ ആംഗിൾസും അവയുടെ സൈഡ് വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ, അംശബന്ധവുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. ഞാൻ കൂടുതലായിട്ട് കൺസെപ്റ്റിലേക്ക് പോകുന്നില്ല. നമ്മൾ റിവിഷനാണ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ ആദ്യം നമുക്ക് 45, 45, 90 എടുക്കാം അല്ലെ? ഈ 45 ഡിഗ്രിക്ക് ശ്രദ്ധിച്ചേ, ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഇത് അല്ലെ? ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ, ഒന്നാണെങ്കിൽ ഈ 45 ഡിഗ്രിക്കും ഓപ്പോസിറ്റ് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോടെന്യൂസ് എത്ര വരും? √2 വരും. അതാണ് നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റ്. എന്താ? ആംഗിൾസ് 45:90 ആണെങ്കിൽ, കോണുകൾ 45, 90 ആണെങ്കിൽ അവക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ, അംശബന്ധം 1:1:√2 ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. എന്താ? വശങ്ങളുടെ കോണുകൾ 45, 45, 90 ആണെങ്കിൽ അവയുടെ സൈഡ് വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും. സെറ്റല്ലേ? എടാ, റെഡി ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ഇതിലേക്ക് പോവാണ്. ഇവിടെയുള്ള കോണുകളുടെ പ്രത്യേകത എന്താ? 90 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് നോക്കിക്കേ, ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതിന്റെ ഇരട്ടി 2 സെന്റിമീറ്റർ ആയിരിക്കും, 2 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? √3 വരും. അപ്പൊ നമ്മൾ പുതിയ കൺസെപ്റ്റ് പഠിക്കാണ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ
90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2. ഒന്നാണെങ്കിൽ 2, രണ്ടാണെങ്കിലോ 4, നാലാണെങ്കിലോ 8, ഇരട്ടിയായിരിക്കും. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? √3 വരും. അപ്പൊ നമ്മൾ എഴുതാണ് നമ്മുടെ കയ്യിലുള്ള ട്രയാങ്കിൾ 30:60:90 ആണ്. 3 കോണുകൾ 30, 60, 90 ആണെങ്കിൽ അവക്ക് ഓപ്പോസിറ്റ് ഉള്ള വശങ്ങളുടെ അംശബന്ധം 1:√3:2. അപ്പൊ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് 2 ത്രികോണങ്ങൾ. ഒന്നാമത്തത് 45, 45, 90. എന്താണ് ഈ 45, 45, 90? എടാ ആംഗിൾസ് ആണ്, കോണുകളാണ്, 3 കോണുകളാണ്. റെഡി അല്ലേ? അതിന്റെ റേഷ്യോ ഒന്ന് പറഞ്ഞേ. കോണുകൾ 45, 45, 90 ആണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 1:1:√2 ആയിരിക്കും. ട്രയാങ്കിളിന്റെ 3 ആംഗിൾ 30, 60, 90 ആണെങ്കിൽ അവക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ലെങ്ത് 1:√3:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? എടാ ക്ലിയർ അല്ലേ? എങ്കിൽ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാം അല്ലെ. നമ്മളിതാ ടേബിൾ ഉണ്ട്. എന്താ 45, 45, 90 ഡിഗ്രി ആണെങ്കിൽ 1:1:√2 അല്ലെ. 45, 45, 90 ആണെങ്കിൽ 1:1:√2. സെറ്റ് അല്ലേ? ഇനി ഇവിടെ 30, 60, 90 ആണെങ്കിലോ 1:√3:2. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മളൊന്ന് പിക്ചർ ആക്കിയിട്ട് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി സെറ്റാക്കി തന്നു എന്നുള്ളൂ. റെഡി? എങ്കിൽ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. എടാ ഈ ചാപ്റ്ററിൽ പുതുതായിട്ട് നമ്മൾ 3 അളവുകൾ പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പുതുതായിട്ട് നിങ്ങൾ ഇന്നേ വരെ 1 മുതൽ 9 വരെ പഠിച്ചതിൽ, 10ാം ക്ലാസ്സിൽ തന്നെ 5 ചാപ്റ്റർ വരെ പഠിച്ചതിൽ ഒന്നും വരാത്ത ഏറ്റവും പുതുതായിട്ടുള്ള 3 കൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷെ ഈ കൺസെപ്റ്റിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം നിങ്ങൾ മാത്സ് പഠിക്കുന്നോ അത്രയും കാലം ഈ സാധനം ആവശ്യം വരും. റെഡി? ഏതാണ് ഒന്നാമത്തത്? നിങ്ങൾക്കറിയാം, സൈൻ ആണ്. സൈൻ. ഒന്നാമത്തെ ഏതാണ്? സൈൻ എക്സ്. നമ്മളൊരു കോൺ കൊടുക്കുക. എക്സ് നൽകാതെ ഒരു കോൺ ആയിക്കോട്ടെ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു, എടാ സൈന് കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ സൈന് കാണാൻ? ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്നീസ്. ഒന്ന് പറഞ്ഞേ, സൈൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്നീസ്. എടാ മലയാളം എന്താ? എതിർവശം. മലയാളം എന്താണ്? എതിർവശം ബൈ കർണം. എതിർവശം ബൈ കർണം. സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തത് എന്താണ്? കോസ് എക്സ് ആണ്. കോസ് എന്താ? കോസ് എന്താ? അഡ്ജസെന്റ് സൈഡ് അല്ലെ. അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോടെന്നീസ്. അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോടെന്നീസ്. അതിന്റെ മലയാളം എന്താണ്? സമീപവശം അല്ലെ. സമീപവശം ബൈ കർണം. സമീപവശം ബൈ കർണം. അപ്പൊ നമ്മൾ ഒന്നാമത് പഠിച്ചു സൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. സൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്. എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ കോണാണ്. ആ കോണിലുള്ള ഓപ്പോസിറ്റ്, ആ കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെനീസ്, അതായത് എതിർവശം ബൈ കർണം അല്ലെ. എതിർവശം ബൈ കർണം. എതിർവശം ബൈ കർണം. ഇനി കോസ് ആണെങ്കിലോ അഡ്ജസെന്റ് സൈഡ്, സമീപത്ത്, ആ കോണിനോട് ചേർന്ന് നിൽക്കുന്നത്, ബൈ ഹൈപ്പോടെനീസ്. സമീപവശം ബൈ കർണം. ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. എടാ മൂന്നാമത്തത് ഒന്ന് പറഞ്ഞേ. മൂന്നാമത്തത് ടാൻ ആണ്. മൂന്നാമത്തെ എന്താണ്? ടാൻ എക്സ്. നമ്മൾ സൂര്യൻ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ടാൻ അല്ല, ഇത് കണക്കിലെ മാത്സിലെ ടാൻ ആണ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. അതിന്റെ മലയാളം എന്തായിരിക്കും? എടാ അതിന്റെ മലയാളം എന്തായിരിക്കും? എതിർവശം ബൈ സമീപവശം. ഇതിന്റെ മലയാളം എന്താണ്? എതിർവശം ബൈ സമീപവശം. സെറ്റ് അല്ലേ? എതിർവശം ബൈ സമീപവശം. അപ്പൊ നമ്മൾ 3 അളവുകളാണ് പഠിച്ചത്. ഒന്നാമത്തത് സൈൻ എക്സ്. ഇത് മറക്കരുത്. ഒരു കാരണവശാലും എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈ മലർത്തരുത്. സൈൻ എക്സ്, എക്സ് ഒരു കോണാണ് കേട്ടോ, ഒരു ആംഗിൾ ആണ്, ഒരു കോൺ. സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെനീസ്, എതിർവശം ബൈ കർണമാണ്. കോസ് എക്സ്, എക്സ് ഒരു കോണാണ്, അഡ്ജസെന്റ് ബൈ സൈഡ് ബൈ ഹൈപ്പോടെനീസ്, സമീപവശം ബൈ കർണം. മൂന്നാമത്തത് ടാൻ ആണ്. എന്താണ് ടാൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. സെറ്റ് അല്ലേ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലുണ്ട്, സിമ്പിളാണ്. എടാ ഇവിടെ നോക്കിക്കേ, സൈൻ 45. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ത്രികോണമാണ് 45, 45, 90. നമ്മൾ പഠിച്ചു 45, 45, 90 ഏതാണ്? 1:1:√2. അതിൽ നമുക്ക് കാണുന്നത് സൈൻ 45.
സൈൻ 45. അപ്പൊ സൈൻ 45 എന്താ? സൈൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്, അതായത് എതിർവശം ബൈ സമീപവശം. ഏതിന്റെ? 45ന്റെ അല്ലെ. അപ്പൊ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എത്രയാണ്? 1 ബൈ ഹൈപ്പോട്ടന്യൂസ് കർണം എത്രയാണ്? √2. അപ്പൊ സൈൻ 45 നമുക്ക് എത്ര കിട്ടി? 1/√2. റെഡി. ഇനി കോസ് 45 നോക്കാം. എന്താണ് കോസ് 45? കോസ് എന്താ? സമീപവശം അല്ലെ. എന്താണ്? അഡ്ജസെന്റ്, സമീപവശം ബൈ കർണം. ഒന്ന് പറഞ്ഞേ, സമീപവശം. 45ന്റെ സമീപത്തിലുള്ളത് ഏതാ? 1 ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ്, ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? √2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/√2 കിട്ടി. റെഡി അല്ലേ? ഇനി ടാൻ 45, ടാൻ 45 എന്താ? 45ന്റെ എതിർവശം ബൈ 45ന്റെ സമീപവശം, 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ 45ന്റെ അഡ്ജസന്റ് സൈഡ്. അപ്പൊ 1/1, 1/1 എത്രയാണ്? ഏതൊരു സംഖ്യയും അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടുക? 1 ആണ്. സോ 1/1 = 1. റെഡി അല്ലേ? സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത് നമ്മൾ പഠിച്ച ത്രികോണം 30, 60, 90. 30, 60, 90 ഏതായിരുന്നു റേഷ്യോ? സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞേ 1:√3:2. 1:√3:2. ഒന്ന് നോക്കിക്കേ. സൈൻ 30, സൈൻ 30 ഡിഗ്രിയുടെ എതിർവശം 1, ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടനീസ് എത്രയാണ്? 2. അപ്പൊ 1/2. ഇനി സൈൻ 60 ഡിഗ്രിയുടെ എതിർവശം. 60 ഡിഗ്രിയുടെ എതിർവശം എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് √3 ബൈ ഹൈപ്പോട്ടനീസ് എത്രയാണ്? 2 തന്നെയാണ്. ഇനി ടാൻ 30, ടാൻ 30 എത്രയാണ്? ഒന്ന് പറയാം. ടാൻ 30 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് 1 ആണ് ബൈ അഡ്ജസെന്റ് സൈഡ് എത്രയാണ്? √3 ആണ്. അപ്പൊ 1/√3. അടുത്തതോ ടാൻ 60 ആണ്. ടാൻ 60 60 ഡിഗ്രിയുടെ എതിർവശം, 60 ഡിഗ്രിയുടെ സമീപവശം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, 60 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡ് എത്ര കിട്ടി? √3/1. √3/1 എത്രയാണ്? √3. ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം മാറോ? ഇല്ല. അപ്പൊ √3/1 എത്രയാണ്? √3 ആണ്. ഇനി അടുത്തത് കോസ് 30. എന്താ കോസ് 30? ഒന്ന് പറഞ്ഞേ. 30 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡ്, സമീപവശം ബൈ കർണം √3/2. √3/2 സെറ്റ് ആണ്. അടുത്തത് കോസ് 60, 60 ഡിഗ്രിയുടെ അഡ്ജസെന്റ് 1 ആണ് ബൈ 2. അപ്പൊ 1/2. റെഡി അല്ലേ? അപ്പൊ നമുക്ക് 30, 60, 90 ആ ത്രികോണത്തിൽ നമ്മൾ സൈന്, കോസ്, ടാന് നമ്മൾ കൊടുത്തു. അതുപോലെ 45, 90 അവിടെയും നമ്മൾ എന്ത് കൊടുത്തു? സൈന്, കോസ്, ടാന് കൊടുത്തു. റെഡി. അപ്പൊ ഈ വാല്യൂസ്, ഈ ത്രികോണങ്ങൾ, ഈ രണ്ട് ത്രികോണങ്ങൾ ഏതൊക്കെയാണ്? 45, 90യും 60, 30, 90യും അതിന്റെ ഈ വാല്യൂസ് മൊത്തം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാണാതെ പഠിക്കൽ ഒരു പഠനമേ അല്ല. നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ത്രികോണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, അതിന്റെ റേഷ്യോവും നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ നമുക്ക് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വാല്യൂസ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എടാ റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. വെറും 2 or 3 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ പഠിച്ചത് ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അതൊരു നഷ്ടമാവില്ല. നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫ്രം ദി ഫിഗർ, ചിത്രമുണ്ട്. ചിത്രത്തിൽ എന്ത് കാണണം? സൈൻ എക്സ് കാണണം, കോസ് എക്സ് കാണണം, ടാൻ എക്സ് കാണണം. അപ്പൊ സൈൻ എക്സ് കാണണം, കോസ് എക്സ് കാണണം, ടാൻ എക്സ് കാണണം. ഇനി പ്രൂവ് ദാറ്റ്, തെളിയിക്കാൻ. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ മൂഡ് പോയി പ്രൂവ് ദാറ്റ്. ഇനി എന്താ ചെയ്യാം? ഈ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ? എന്നോട് കുറെ ക്ലാസ്സിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ നമ്മൾ ക്വസ്റ്റ്യൻ പറയാണ്, പ്രൂവ് ദാറ്റ് എഴുതിക്കോ, ക്വസ്റ്റ്യൻ വരാണ് എഴുതിക്കോ. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഫേസ് ആകെ അങ്ങോട്ട് മാറും. ഒരു കാരണവശാലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ എന്തിനേയും നേരിടും. ചോദ്യം ചോദിക്കുന്നവർ എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടെ. ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന് ഉത്തരം എഴുതിയിട്ട് വേറെ പരിപാടി ഉള്ളൂ എന്നുള്ള രീതിയിൽ അത്രയും കോൺഫിഡൻസിൽ നമ്മൾ പഠിച്ച് സെറ്റായിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അല്ലാതെ വെറുതെ ഫോണിലും തോണ്ടി കടന്നുറങ്ങി രാവിലെ എണീറ്റ് ഇന്നലെ വെച്ച ബാഗ് അതേപോലെ എടുത്ത് സ്കൂളിലേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറാവരുത്. പിടിച്ചു നിൽക്കണം. സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒരു പ്രശ്നമേ അല്ല. പ്രൂവ് ദാറ്റ് എന്താ തെളിയിക്കേണ്ടത്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താൽ ടാൻ എക്സ് കിട്ടണം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താൽ എന്ത് കിട്ടണം? ടാൻ എക്സ് കിട്ടണം. റെഡി. അപ്പൊ നമുക്ക് ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ചിത്രം ഒന്ന് പഠിക്കണം. എന്താ? ABC എന്ന് പറയുന്ന ഒരു ത്രികോണം. ABC അല്ലെ? ABC എന്ന് പറയുന്ന ഒരു ത്രികോണം. ആ ത്രികോണത്തിലെ ഈ വശം A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദി ലെങ്ത് ഓഫ് സൈഡ് A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? B ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ സൈഡ് എത്രയാണ്? സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതാണ് എന്ത്? എക്സ്. റെഡി? ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് എ ക്വസ്റ്റ്യൻ? ഫൈൻഡ് സൈൻ എക്സ്. ആദ്യം സൈൻ എക്സ് കാണാം. എന്തായിരുന്നു സൈൻ എക്സ്? സൈന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈൻ? എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോ എക്സിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ബി ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബി ആണ്, ഹൈപ്പോട്ടനസ് ഏതാണ്? സി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്പോസിറ്റ് സൈഡ് ബി ആണ്, ഹൈപ്പോട്ടനസ് കർണം ഏതാണ്? സി ആണ്. അപ്പൊ സൈൻ എക്സ് നമുക്ക് കിട്ടി. എന്താ? ബി ബൈ സി. ഇനി രണ്ടാമത് നമുക്ക് കാണേണ്ടത് കോസ് എക്സ് ആ. എന്താ കോസ് എക്സ്? മക്കളൊന്ന് പറഞ്ഞേ, എന്താ കോസ് എക്സ്? അഡ്ജസന്റ് സൈഡ്, എക്സിന്റെ സമീപത്തുള്ള വശം, ബൈ കർണം, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, സമീപവശം ബൈ കർണം. ഏതാണ് സമീപത്തുള്ള വശം? എ ആണ്. ഏതാണ് കർണം? ഏതാണ് ഹൈപ്പോട്ടനസ്? സി ആണ്. അപ്പൊ നമ്മൾ എഴുതി എ ബൈ സി. റെഡി അല്ലേ? ഇനി നമുക്ക് കാണേണ്ടത് എന്താ? ടാൻ എക്സ് കാണണം. നമുക്ക് കാണേണ്ടത് ഏതാ? ടാൻ എക്സ്. എന്താ ടാൻ എക്സ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. കർണല്ലോ, എതിർവശം ബൈ എന്ന് പറഞ്ഞ എതിർവശം ബൈ സമീപവശം. എടാ എന്താണ് എതിർവശം ബൈ സമീപവശം? ബി ബൈ എ. എതിർവശം ബൈ സമീപവശം എന്താണ്? ബി ബൈ എ. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. എന്താ? സൈൻ എക്സ് എഴുതി, കോസ് എക്സ് എഴുതി, ടാൻ എക്സ് എഴുതി. സെറ്റ് അല്ലേ? റെഡി ആണോ? റെഡി ആണോ? അടുത്തത് നോക്കിക്കേ. ബി ക്വസ്റ്റ്യൻ എന്താ? പ്രൂവ് ദാറ്റ് sin x by cos x is equal to tan x. നമ്മൾ ഇപ്പുറത്തെ പേജിൽ ചെയ്യാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? sin x by cos x ചെയ്താൽ എന്ത് കിട്ടണം? tan x കിട്ടണം. ഈ സാധനമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാം. എന്താ sin x? sin x എന്തായിരുന്നു? എടാ sin x എന്തായിരുന്നു? sin x b by c ആണ്. അപ്പൊ b by c by cos x എന്തായിരുന്നു? cos x എന്തായിരുന്നു? a by c ആണ്. cos x എന്തായിരുന്നു? a by c ആണ്. ഇത് രണ്ടും ചെയ്താൽ എന്ത് കിട്ടണം എന്നാ പറഞ്ഞത്? tan x കിട്ടണം. അപ്പൊ ഇത് രണ്ടും നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു c ഉണ്ട്, ഇവിടെ ഒരു c ഉണ്ട്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ അവിടെ ഉള്ളത്? ഒരു b ഉണ്ട് ബൈ a ഉണ്ട് അല്ലേ? എടാ ഈ സിയും സിയും ക്യാൻസൽ ചെയ്ത ബാക്കി എന്താ ഉള്ളത്? ഒരു b ഉണ്ട്, ഒരു a ഉണ്ട്. b by a. b by a എന്തായിരുന്നു? മക്കളൊന്ന് പറഞ്ഞേ. b by a എന്തായിരുന്നു? b by a. b by a എന്തായിരുന്നു? tan x. അപ്പൊ ഈ b by a ക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? tan x എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നോക്കിക്കേ. sin x by cos x ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് എന്താ? b by a. എടാ b by a എന്തായിരുന്നു? tan x ആയിരുന്നു. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു sin x by cos x is equal to tan x. വെരി സിമ്പിൾ ആണ്. അതിന് മാത്രമൊന്നുമില്ല. നമ്മൾ ഇവിടെ ചെയ്ത sin x ന്റെ വാല്യൂവും ഇവിടെ ചെയ്ത cos x ന്റെ വാല്യൂ കൊടുത്തു. അപ്പൊ കിട്ടിയ ഉത്തരം എന്താണ്? b by a ആണ്. b by a എന്ന് പറയുന്നത് എന്തായിരുന്നു? tan x ആയിരുന്നു. സെറ്റ് അല്ലേ? വളരെ എളുപ്പമുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സുഖസുന്ദരമായിട്ട് ഈ 3 മാർക്ക് നമുക്ക് കിട്ടും. ഈ ബാക്കി എത്ര നോക്കിയാൽ മതി? ബാക്കി 77 നോക്കിയാൽ മതി. 3 മാർക്ക് നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നേ. എന്റെ കൂടെ തന്നെ വന്നേ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ ദി ഫിഗർ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം ട്രിഗണോമെട്രിയിൽ പിന്നെ 90% ക്വസ്റ്റ്യൻസിനും ചിത്രം ഉണ്ടാവും. ഈ ചിത്രം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ചിത്രം എന്ത് ചെയ്യേണ്ടി വരും? വരയ്ക്കേണ്ടി വരും. അതിനൊന്നും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നോക്കിക്കോ. എന്താ? ഇൻ ദി ഫിഗർ, ഈ ചിത്രത്തിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90. ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ സി ഈസ് ഈക്വൽ ടു 44. ആംഗിൾ സി എത്ര തന്നിട്ടുണ്ട്? 44 ആണെന്ന് തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ത്രികോണത്തിന്റെ പേരെന്താ? എ ബി സി ആണ്. സെറ്റ്. എ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ എ? എടാ ആംഗിൾ എ, ഈ കാണുന്ന കോൺ എത്രയെന്നാ ചോദിച്ചത്. ഏത് 7ാം ക്ലാസ്സിലെ കുട്ടിക്കും ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അതിൽ ഈ കോണ് 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചങ്ങാതി 90 ഡിഗ്രി കൊണ്ടുപോയി. ബാക്കി എത്രയേ ഉള്ളൂ? 90 ഡിഗ്രി ഉള്ളൂ. ആ 90 ഇയാൾ എത്ര കൊണ്ടുപോയി? 44 കൊണ്ടുപോയി. അപ്പൊ ബാക്കി എത്ര നമുക്ക് കിട്ടുക? 90-ൽ നിന്നും 44 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 46. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പെട്ടെന്ന് കിട്ടി. ഈ കോൺ എത്ര കിട്ടുക നമുക്ക്? 46 ഡിഗ്രി. ആംഗിൾ എ എത്ര കിട്ടി? 46 ഡിഗ്രി. സെറ്റ് അല്ലടാ? സിമ്പിൾ ആണ് കേട്ടോ. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദി ഫോളോയിങ്? വിച്ച് ഈസ് ദി ഫോളോയിങ് ഈസ് tan 44. tan 44 ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ് കാണേണ്ടത്. എന്ത്? tan 44 കാണാം. tan 44. അപ്പൊ ആദ്യം നമ്മൾ tan 44 കാണാം. tan 44 is equal to എന്താ? tan 44 44 ഡിഗ്രിയുടെ എതിർവശം ഏതാ? എ ബി ആണ്.
44 ഡിഗ്രിയുടെ സമീപവശം ഏതാണ്? ബി സി ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി ബൈ ബി സി. ടാൻ 44 നമുക്ക് എന്ത് കിട്ടി? എ ബി ബൈ ബി സി ആ കിട്ടിയത്. എടാ എ ബി ബൈ ബി സി അവിടെ ഇതാ കിടക്കുന്നു. എ ബി ബൈ ബി സി, എ ബി ബൈ ബി സി. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ബി ബൈ ബി സി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും പ്രൂവ് ദാറ്റ്. ടെൻഷൻ ആയോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിനി ടെൻഷൻ ഇല്ല. പഠിച്ചിട്ട് പോയാൽ ടെൻഷൻ ഇല്ല. വേറൊന്നുണ്ട്, പഠിച്ചിട്ട് പോയവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഒരു ഏറെക്കുറെ പഠിച്ചു പോയവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഫുള്ള് സെറ്റായി പോയിരിക്കും, പിന്നെ വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇനി ഒന്നും പഠിച്ചില്ല, ഒരു ടെൻഷനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ല. കാരണം എന്താ? അവനൊന്നും അറിയില്ല. പരീക്ഷയ്ക്ക് ഏതാ ചോദിക്കുക അറിയില്ല, ചാപ്റ്റർ ഏതാ അറിയില്ല. അപ്പൊ അവനൊരു ടെൻഷനും ഉണ്ടാവില്ല. അവനിങ്ങനെ എക്സാം ഹാളിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ പ്രശ്നമല്ല, നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. സോ നമുക്ക് മാർക്ക് കിട്ടണം നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ ടെൻഷൻ എന്തിനെ അഫക്ട് ചെയ്യരുത്? പരീക്ഷ ഹാളിൽ ബേജാറായി ടെൻഷനായി ആകെ പേടിച്ച് പരീക്ഷയ്ക്ക് തലേ ദിവസം ഉറക്കമൊളിച്ച് പഠിച്ചിരുന്നത് മുഴുവൻ മറക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഓക്കെ, കുറച്ചൊക്കെ ടെൻഷൻ വേണം, അല്ലെങ്കിൽ പിന്നെ എന്താ അല്ലെ? എക്സാം അല്ലേ, കുറച്ചൊക്കെ ടെൻഷൻ വേണ്ടേ? യെസ്, പ്രൂവ് ദാറ്റ്. അടുത്തത് നമുക്ക് തെളിയിക്കാനുള്ളത് എന്താ? പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റ് tan 44 into tan 46 ചെയ്താൽ എത്ര കിട്ടണം? 1 കിട്ടണം. tan 44 into tan 46 ചെയ്താൽ എത്ര കിട്ടണം? 1 കിട്ടണം. അപ്പൊ അത് നമ്മൾ ഇവിടെ ചെയ്യാൻ പോവുക. ആ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാൻ പോവുക. നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? tan 44 into tan 46 ചെയ്താൽ എത്ര കിട്ടണം? 1 കിട്ടണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. റെഡി അല്ലേ? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? tan 44 എത്രയും നോക്കാം. അതാ tan 44 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ? എ ബി ബൈ ബി സി ആണ്. അപ്പൊ എഴുതി എ ബി ബൈ ബി സി എഴുതി. സെറ്റ് അല്ലേ? അടുത്തത് നമുക്ക് കാണേണ്ടത് ഏതാ? tan 46 ആ. tan 46 എത്രയാ നോക്കിക്കേ. tan 46 എന്താ? 46 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി സി ആണ്. അപ്പൊ ബി സി ബൈ 46 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ ബി ആണ്. എ ബി. അപ്പൊ നമ്മൾ എഴുതി tan 44 കണ്ടു എ ബി ബൈ ബി സി ആണ്. tan 46 കണ്ടു എത്രയാണ്? tan 46 എത്രയാണ്? ബി സി ബൈ എ ബി ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇത് രണ്ടും ഗുണിക്കാനല്ലേ നമ്മളോട് പറഞ്ഞത്? tan 44ഉം tan 46ഉം ഗുണിച്ചാൽ എത്ര കിട്ടണം? 1 കിട്ടണം. അപ്പൊ നമ്മൾ ഗുണിക്കാം. tan 44 എത്രയാണ്? എ ബി ബൈ ബി സി ഇൻറ്റു അല്ലെ ഗുണിക്കാനല്ലേ പറഞ്ഞത്? tan 46 എത്രയാണ്? ബി സി ബൈ എ ബി. ദിസ് ഈസ് ഈക്വൽ ടു ഒന്ന് നോക്കിക്കേ. മുകളിലൊരു എ ബി, താഴെ ഒരു എ ബി, ഇവിടെ ഒരു ബി സി, ഇവിടെ ഒരു ബി സി. എല്ലാം ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 1. എല്ലാം പോയ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 1. ഇനി ഇങ്ങനെയല്ല, എല്ലാം പോയ ബാക്കി എത്ര? 1. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമുക്ക് ഇത് എഴുതാം. എങ്ങനെ എഴുതാം? എ ബി ഇൻറ്റു ബി സിനെ എഴുതിക്കൂടെ അല്ലെ? എങ്ങനെ? എ ബി ഇൻറ്റു ബി സിനെ എഴുതിക്കൂടെ അല്ലെ? എഴുതാലോ. ബൈ ഇവിടെ എന്ത് എഴുതാം? ബി സി ഇൻറ്റു എ ബി എന്ന് എഴുതാം. ഒന്ന് നോക്കിയേ, ഇതൊന്ന് ഞാൻ മാറ്റി എഴുതാം. എ ബി ഇൻറ്റു ബി സി ബൈ ഇതിനൊന്ന് ഓർഡർ ആക്കിയാൽ ഇതിനെ എന്ത് എഴുതാം? എ ബി ഇൻറ്റു ബി സി എന്ന് എഴുതാം. എടാ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മുകളിലും താഴെയും ഒരേ സംഖ്യ ആണെങ്കിൽ ഉത്തരം എത്ര കിട്ടുക? 1 ആണ്. എങ്ങനെ ചെയ്താലും വേണ്ടില്ല, ഉത്തരം എത്ര കിട്ടും? 1 കിട്ടും. 1 കിട്ടാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ തെളിയിച്ചു tan 44 ഇൻറ്റു tan 46 ചെയ്താൽ എത്ര കിട്ടും? എടാ പറഞ്ഞേ, എത്ര കിട്ടും? 1 കിട്ടും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, ഇത്രയേ ഉള്ളൂ. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ആകെ 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുള്ളൂ. കൂടുതൽ വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് നമ്മൾ പഠിച്ചത് മുഴുവൻ ഓർമ്മയിൽ ഉണ്ടാവണം, മനസ്സിലുണ്ടാവണം. വെറുതെ വീഡിയോ കണ്ടിരുന്നിട്ട് കാര്യമില്ല. പേനയും പേപ്പറും പുസ്തകം ഒക്കെ എടുത്ത് സെറ്റായിട്ട് നല്ല ഉഷാറായിട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ട് ഇതിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം കേട്ടോ. മാത്സ് വേറൊരു നിവൃത്തിയില്ല. കാണാതെ പഠിച്ചിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കാണാതെ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോയത്. വെരി ഗുഡ്. എന്തായി? പരീക്ഷയ്ക്ക് ഒന്നുമില്ല. അപ്പൊ ബാക്കിയുള്ള സോഷ്യൽ പഠിക്കുന്നത് പോലെ, ബയോളജി പഠിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഡെഫിനിഷനും ഇക്വേഷൻസും കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാർക്ക് കിട്ടുമെന്ന് എൻ്റെ മക്കൾ ആരും പ്രതീക്ഷിക്കണ്ട. കൺസെപ്റ്റ് മനസ്സിലാവണം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യണം. എത്രത്തോളം ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ബ്രെയിന് വർക്കാവും, അത്രത്തോളം നിങ്ങൾ ഫാസ്റ്റ് ആവും,
അത്രത്തോളം നിങ്ങൾക്ക് മാർക്കും കിട്ടും. സോ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല സെറ്റ് ആയിട്ട് കോൺഫിഡൻസോട് കൂടി പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, അപ്പൊ നമ്മുടെ SSLC റിവിഷൻ ക്ലാസ്സുകൾ December 5 മുതലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ആ കോഴ്സിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സെറ്റ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.